10 സെൻറ്റ് സ്ഥലം അത് ഭാഗം വയ്ക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പം ആ സ്ഥലത്തിൻ്റെ ഉടമ, അയാളുടെ ഭാര്യ, 2 മക്കൾ, അങ്ങനെ 4 പേരാണ് ആ കുടുംബത്തിൽ. ബാക്കിയുള്ളവരെയൊന്നും പറയുന്നില്ല. ഈ 4 പേർക്കാണ്. അപ്പോൾ ഈ 10 സെൻറ്റ് സ്ഥലം എങ്ങനെയാണ് സ്വാഭാവികമായിട്ടും വീതം വയ്ക്കുക? കാരണം അച്ഛനും അമ്മ 2 മക്കളാണെങ്കിൽ പോലും അച്ഛനും അമ്മയ്ക്കും ജീവിക്കണം അല്ലേ? ഇപ്പം മക്കളെ വിവാഹം കഴിച്ചു കഴിഞ്ഞാലും അവർക്കും ഒരു പിടിവള്ളി വേണം. അപ്പോൾ എന്ത് ചെയ്യും? ആ ഉള്ള സ്ഥലത്തിനെ 4ആയിട്ട് ഭാഗിക്കും. അപ്പോൾ 5 സെൻറ്റ് സ്ഥലം അച്ഛനും അമ്മയ്ക്കും, 5 സെൻറ്റ് സ്ഥലം മക്കൾക്ക് 2 പേർക്കും കൂടെ. അതായത് ഒരാൾക്ക് 2.5 സെൻറ്റ് സ്ഥലം വീതം വെച്ച് അല്ലേ? അപ്പം സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു തീരുമാനമായിരിക്കും എന്താണ് കുറച്ച് ബുദ്ധിപരമായി ചിന്തിക്കുന്ന അച്ഛനും അമ്മയും തീരുമാനിക്കും. അവരുടെ മനസ്സിലെ ഒരു കാൽക്കുലേഷൻ അങ്ങനെ ആയിരിക്കും. അങ്ങനെ ആവണമല്ലോ. കാരണം അച്ഛനും അമ്മയ്ക്കും ഉള്ളത് അച്ഛനും അമ്മയ്ക്കും, മക്കൾക്കുള്ളത് മക്കൾക്കുള്ളത്. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഈ ഒരു കാൽക്കുലേഷനല്ല പോകുന്നത്. സാധാരണ പോകുന്നത് എങ്ങനെയാണ്? അച്ഛൻ അമ്മ 2 മക്കൾ, ഒരാൾ പെൺകുട്ടിയാണെങ്കിൽ പെൺകുട്ടിയെ വിവാഹം കഴിച്ച് അയക്കുന്നു. അപ്പം അത് വിവാഹ സമയത്ത് എന്താണ് കൂടെയുള്ള ആരാണ്? ഒരാങ്ങള കൂടി ഉണ്ടല്ലോ. ആങ്ങളയ്ക്ക് ജോലി ഉണ്ടെങ്കിൽ അയാളും കൂടെ എന്താണ് കഷ്ടപ്പെട്ടതിൻ്റെ വിഹിതം ചേർത്തായിരിക്കും പെങ്ങളെ കെട്ടിച്ചു വിടുക. പിന്നെ അച്ഛൻ്റെ അമ്മയുടെയും കാണും. ചിലപ്പം എന്താണ് ഈ 10 സെൻറ്റിൽ ചിലപ്പോൾ ഒരു 2-3 സെൻറ്റ് കൊടുത്തെന്നിരിക്കും. അങ്ങനെയൊക്കെ ആയിരിക്കാം ഒരു പെൺകുട്ടിയുടെ വിവാഹം നടത്തി വിടുന്നത്. അപ്പം അതങ്ങനെ നടത്തി കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു വീഡിയോയിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ചിലരെന്ത് ചെയ്യും? ഇപ്പം ഇത്ര പവൻ സ്വർണം തരും, അല്ലെങ്കിൽ ഇത്ര പവൻ്റെ സ്വർണത്തിനുള്ള പൈസയെ തരത്തുള്ളൂ. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു കാൽക്കുലേഷനിലാണ് വിവാഹം നടത്തുന്നത്. പക്ഷെ അപ്പം ചെറുക്കൻ്റെ വീട്ടുകാർക്ക് സമ്മതം. കാരണം മിക്കവാറും ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഒറ്റ ആൺകുട്ടികൾക്കും പെണ്ണിനെ കിട്ടുന്നില്ലെന്നുള്ള അവസ്ഥയാണ്. ഒരുപാട് പേര് വിവാഹം കഴിക്കാൻ നിൽക്കുന്നുണ്ട്. നല്ല ക്വാളിഫിക്കേഷനും നല്ല ഒരു കുടുംബവും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ആൺകുട്ടികൾ ഇങ്ങനെ വിവാഹമാകാതെ നിൽക്കുന്നുണ്ട്. എന്താണ് ഇന്നത്തെ സമൂഹത്തിന്? പണ്ട് ഒക്കെ എങ്ങനെയാണ്? എങ്ങനെയെങ്കിലും ഒരു നല്ലൊരു ആലോചന വന്ന് പെൺകുട്ടിയെ കല്യാണം കഴിക്കും. പെൺപിള്ളേരെ തിരക്കി നടക്കുകയാണ്. പണ്ട് ആൺപിള്ളേരെ തിരക്കി നടക്കുക. ഇപ്പം പെൺപിള്ളേരില്ലാത്ത ഒരവസ്ഥയാണ്. ഉള്ളവരെന്ത് ചെയ്യും? സ്വന്തം ഇഷ്ടാനുസരണം ഉള്ള സ്വന്തം താല്പര്യത്തിനനുസരിച്ചുള്ള ഒരു വിവാഹം സ്വയം കണ്ടെത്തുകയാണ് ഒരു ആൺകുട്ടിയെ അല്ലേ? അത് ചിലപ്പോൾ ചെറിയ ക്ലാസ്സിൽ തൊട്ട് ഇഷ്ടപ്പെടുന്നവരായിരിക്കും, അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന വഴിക്കുള്ള ഇഷ്ടമായിരിക്കാം. അതൊക്കെ ഓരോരുത്തരുടെയും ജീവിത രീതിയിൽ വന്ന ഒരു മാറ്റമാണ് അല്ലേ? അവരവർക്കുള്ളത് അവരവർ കണ്ടെത്തുന്നു. വീട്ടിൽ പറയുന്നു, വീട്ടുകാർ വേറെ ഇപ്പം ആരും അങ്ങനെ എതിർക്കുന്നത് കുറവാണ്. അങ്ങ് നടത്തി കൊടുക്കും. ഇല്ലെങ്കിൽ സ്വന്തം ഇഷ്ടപ്രകാരം അങ്ങ് പോയാൽ എന്ത് ചെയ്യും? അതൊരു വലിയ നാണക്കേട്. മിക്കവാറും എല്ലാ വീട്ടുകാരും അങ്ങ് നടത്തി കൊടുക്കുകയാണ്. അവിടെ ജാതിയും മതമൊന്നും ഭൂരിഭാഗം പേരും നോക്കാറില്ല. നോക്കുന്നവരും ഉണ്ട്, ബഹളം നടക്കുന്നവരുണ്ട്, ഇടിയും വെട്ടും കുത്തും ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷെ സ്വാഭാവികമായിട്ടും ഇന്നത്തെ കാലത്ത് ഇഷ്ടമുള്ളവരോട് ജീവിക്കട്ടെ. അവരുടെ ജീവിതമല്ലേ. നാളെ ഒരിക്കൽ പറയത്തില്ലല്ലോ നിങ്ങൾ സമ്മതിക്കാഞ്ഞതുകൊണ്ടാണെന്ന്. അപ്പോൾ അങ്ങനെ ജീവിക്കുന്നുണ്ട്. ഇല്ല വിവാഹം കഴിക്കുന്ന അല്ലാതെ വീട്ടുകാരുടെ ഇഷ്ടപ്രകാരമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വിവാഹം കഴിച്ച് പെൺകുട്ടി പയ്യൻ്റെ വീട്ടിൽ ചെന്ന് കയറുന്നു. അത് കഴിഞ്ഞപ്പം പിന്നീട് ചെറുക്കൻ്റെ വീട്ടിലുള്ളവർക്ക് തോന്നും ഈ കിട്ടിയൊന്നും പോരാ, കുറച്ചുകൂടെ കിട്ടണമായിരുന്നു. അപ്പുറത്തെ വീട്ടിലെ അവനാണെങ്കിൽ ഇവൻ്റെ അത്രയും ജോലിയൊന്നുമില്ല, വരുമാനമില്ല, എന്നിട്ട് അവൻ അത്രയും കിട്ടി. ഞങ്ങളുടെ മോക്ക് പക്ഷേ ഞങ്ങൾ അത്രയും കൊടുത്തു, പക്ഷെ ഞങ്ങൾക്ക് ഇത്രേ കിട്ടിയുള്ളൂ. അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പെണ്ണിൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ ഓരോ ചിന്തകൾ കടത്തിവിടും. അപ്പം പെൺകുട്ടി സ്വാഭാവികമായിട്ടും പലതും ചിന്തിക്കും. ചില ചിന്തിക്കില്ല, ചില ചിന്തിക്കും. അതിൻ്റെ കൂടെ സ്നേഹസമ്പന്നനായ ഭർത്താവിൻ്റെ കുറേ ഉപദേശങ്ങളിലൂടെയൊക്കെ ആകുമ്പോൾ എന്ത് ചെയ്യും? തീർച്ചയായിട്ടും പെൺകുട്ടി ഒരംഗത്തിന് തയ്യാറെടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോയി സംസാരിച്ചിട്ട് പറയും എനിക്ക് ഇത്രയും കൂടെ വേണം, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും കൂടെ തരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബഹളമായിരിക്കും. പക്ഷെ അവിടെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരാളുണ്ട്, ഒരു ആൺകുട്ടി കൂടിയുണ്ട് ആ വീട്ടിലല്ലേ. അപ്പം അവൻ കഷ്ടപ്പെട്ടത് അച്ഛനും അമ്മയും ചേർത്തത് എല്ലാം കൂടെ ചേർത്തിട്ടാണ് ഈ പെൺകുട്ടിയെ വിവാഹം കഴിച്ച്. ഒരു കല്യാണം എന്ന് പറയുമ്പോൾ ചിലവില്ലാത്ത കാര്യമാണ് ഇന്നത്തെ കാലത്ത്.
സ്വർണത്തിൻ്റെ വില ഇവിടെ നിൽക്കുന്നു. പിന്നെ വിവാഹ ചിലവുകൾ, ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന വിവാഹ ചടങ്ങുകളാണെങ്കിൽ അതിനും കുറേ പൈസ ചിലവാകും അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ വിവാഹം നടത്തി വിടുന്നു. അപ്പോൾ ഈ ഉള്ളതിൻ്റെ 3/4% പെൺകുട്ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി വരുന്ന ഈ 1/4% കൊണ്ട് ഈ കൊച്ചൻ എങ്ങനെ ജീവിക്കും? 2 മക്കൾക്കും തുല്യ അവകാശമല്ലേ. അപ്പം പിന്നെ എന്താണ് 2 രീതിയിൽ ചിന്തിക്കുന്നത്? ഇതെൻ്റെ ഒരു ചോദ്യമാണ് എല്ലാവരോടും. കേൾക്കുന്നവർക്ക് ഇതെന്തിനാ എന്നോട് ചോദിക്കുന്നതെന്ന് വിചാരിക്കില്ല, സമൂഹത്തോടുള്ളൊരു ചോദ്യമാണ്. എന്തുകൊണ്ട് അങ്ങനെ ഒരു അനീതി കാണിക്കുന്നു? തുല്യത വേണം. ഉള്ളതിൽ പങ്കുകൊടുത്ത് വിവാഹം കഴിച്ച് വിട്ടു. നാളെ ആങ്ങളയ്ക്കൊരു ജോലി കിട്ടി നല്ലൊരു മെച്ചമായ ജീവിത നിലവാരം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പിന്നീടും ചിലവുകൾ വരുമ്പോൾ തീർച്ചയായിട്ടും ഈ വീട്ടിലുള്ളവർ ചിലവാക്കും അല്ലേ. അപ്പം ഞാൻ ഒരു സൈഡ് ആദ്യം പറയാം. അപ്പം അങ്ങനെ ഒരു ആങ്ങളയാണെന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ല അല്ലേ. എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരു ആങ്ങളയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആങ്ങളമാരോട് ഞാൻ ചോദിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം പിന്നീട് എന്താണ്, ഉള്ളതുകൂടി ഇല്ലാതാവും. അവൻ ജോലി കഴിഞ്ഞ് പിന്നീട് അവനൊരു വിവാഹം കഴിച്ച് കഴിയുമ്പോഴത്തേക്കും എന്താണ്, അവൾക്ക് അവൻ്റേതായ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. അവനൊരു ഭാര്യയാവും, കുട്ടിയാവും. അപ്പോൾ ആ കാര്യങ്ങൾ നോക്കണം. അച്ഛൻ അമ്മ അവർക്ക് പ്രായം കൂടി വരും. അപ്പോൾ അവരുടെ ചിലവുകൾ നോക്കണം. ആശുപത്രി കേസ് വന്നു കഴിഞ്ഞാൽ അവരെ നോക്കണ്ടേ. അല്ല കോടികൾ വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുന്നതാണ്. ശരി, ഇത് മൊത്തവും നീ അങ്ങ് എടുത്തു, എന്നിട്ട് അച്ഛനെയും അമ്മയും കൂടെ കൊണ്ടുപോകണം. ഞാൻ വെറും കൈയോടെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി തന്നേക്കാം. ഞാൻ എൻ്റെ ഭാര്യയും കുഞ്ഞുകൂടെ മാറ്റും. നിങ്ങളിത് മുഴുവൻ എടുത്തു, കൂടെ അച്ഛനും അമ്മയും കൂടെ കൊണ്ടുപോകണം. പിന്നെ അച്ഛനും അമ്മയ്ക്കും വയ്യാത്ത അവസ്ഥ വരുമ്പോൾ എന്നെ വിളിക്കാൻ പാടില്ല എന്നങ്ങ് ഉറപ്പിച്ച് പറയാൻ എത്ര പേർക്ക് ധൈര്യമുണ്ട്? അങ്ങനെയൊക്കെ പറയണം. ചില സന്ദർഭത്തിൽ നമ്മൾ പറയേണ്ടി വരും ചില പെങ്ങന്മാരോട്. ചിലരിങ്ങനെ ഒരു ദാക്ഷിണ്യം ഇല്ലാതെ എൻ്റെ ജീവിതമാണ് എനിക്ക് വലുതെന്ന് കരുതുന്ന പെങ്ങന്മാരൊക്കെ കുറേ പേരുണ്ട്. പലപ്പോഴും ഈ ആങ്ങളെന്ന് പറയുന്നത് പെങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് ജീവൻ കളയുന്ന ഒരു സൈസായിരിക്കും. പക്ഷേ ലാസ്റ്റ് എന്ത് ചെയ്യും? അവന് തിരിച്ചടി കിട്ടിയിരിക്കും. ചില സന്ദർഭങ്ങളിൽ ഈ അച്ഛനും അമ്മയും പെങ്ങളുടെ കൂടെ നിൽക്കുകയും ചെയ്യും അല്ലേ. അങ്ങനെയുണ്ട്. അതൊരു വശം. പിന്നീട് വേറൊരു വശമെന്ന് പറയുന്നത് എന്താണ്, ആങ്ങളെ നേരെ തിരിച്ചായിരിക്കും. എന്താണ്, ചിലപ്പോൾ എന്തെങ്കിലും കൊടുക്കാനുണ്ടായിരിക്കാം. പക്ഷേ ഒരു വിവാഹം കൂടെ കഴിച്ച് കഴിഞ്ഞാൽ ആങ്ങളെ പിന്നെ മൈൻഡ് ചെയ്യത്തില്ല. അവളങ്ങനെയൊക്കെ ജീവിച്ച് പൊക്കോട്ടെ എന്ന് ചിന്തിക്കും. എനിക്കെൻ്റെ കുടുംബമാണ് വലുത്, എനിക്കെൻ്റെ ഭാര്യയും കുഞ്ഞുമാണ് വലുത്, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റെന്തും എന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് ഭാര്യയ്ക്കൊപ്പം മാത്രം നിന്ന് പെങ്ങളെയും അമ്മയും അച്ഛനെയൊക്കെ നിഷ്കരുണം തള്ളിപ്പറയുന്ന ആൺമക്കളും ഉണ്ട്. അവിടെ എന്താണ് തെറ്റുപറ്റുന്നത്? ഒരു ഭാര്യയെ കിട്ടി കഴിയുമ്പോൾ അച്ഛനെയും അമ്മയും പെങ്ങളെയും വേണ്ട എന്നാണോ? അങ്ങനെ ചിന്തിക്കുന്നത് ശരിയാണോ? അല്ലേ, നിങ്ങൾ ഈ ഒരു ലെവൽ വരെ എത്താൻ അല്ലേ, ഒരു വിവാഹം നടത്തിത്തരുന്ന ആ ഒരു സമയം വരെയും അച്ഛനും അമ്മയും വളരെ ആവശ്യമുള്ളൊരു ഘടകമായിരുന്നു. അതിനുശേഷം ഭാര്യയും കുഞ്ഞും ആകുമ്പോൾ അച്ഛനെയും അമ്മയും തള്ളിക്കളയുന്നത് ഒരിക്കലും ശരിയായ കാര്യമല്ല. അപ്പോൾ അത് അവരുടേതായിട്ടുള്ള ലോകം എന്നുള്ള രീതി ചിന്തിക്കും. പിന്നെ ചില ബിരുദന്മാരുണ്ട്, അത്യാവശ്യം ജോലിയുണ്ട്, സാലറിയൊക്കെ ഉണ്ടെങ്കിലും ആരെ അറിയിക്കത്തില്ല. അതൊക്കെ അങ്ങ് സേവ് ചെയ്യും. എന്നിട്ട് എന്താണ്, അച്ഛനും അമ്മയും ചിലവാക്കുന്ന രീതിയിൽ അവരുടെ കൂടെ നിന്ന് സുഖമായിട്ട് പെങ്ങളുടെ കല്യാണമൊക്കെ നടത്തി കഴിയും. അത് കഴിഞ്ഞിട്ട് ഇവൻ്റെ കയ്യിലുള്ള എമൗണ്ട് വെച്ച് അവൻ്റേതായിട്ടുള്ളൊരു ജീവിതം കെട്ടിപ്പെടും. അപ്പോൾ എന്താണ്, പെങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നും ചിലവാക്കേണ്ടിയും വന്നില്ല. അവൻ്റെ കയ്യിലുള്ളത് അവൻ്റെ കയ്യിലിരിക്കുകയും ചെയ്തു. അച്ഛനും അമ്മയും നോക്കിക്കോളും എല്ലാ കാര്യങ്ങളും അല്ലേ. അങ്ങനെയുള്ളവരും ഉണ്ട്. പിന്നൊരു പക്ഷമുണ്ട്, അതായത് ചില അച്ഛനും അമ്മയ്ക്കും പെൺമക്കളോടായിരിക്കും കൂടുതൽ സ്നേഹം. ഇവർക്ക് എന്ത് കിട്ടിയാലും വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു സൈഡിലോട്ട് അത് ചായ്വ് കൂടുതൽ. മകനും വിവാഹം കഴിച്ചെങ്കിൽ മകൻ്റെ ഭാര്യയ്ക്ക്, മകൻ്റെ കുഞ്ഞിന് എന്നുള്ള ചിന്തയില്ല. എല്ലാം എന്ത് ചെയ്യും, എൻ്റെ മകൾ, എൻ്റെ മകളുടെ പിള്ളേർ, ആ ഒരു ചിന്താഗതിയായിട്ട് ഇരിക്കുന്ന അച്ഛനും അമ്മമാരും ഉണ്ട്. അതെന്താണെന്ന് തോന്നുന്നു വെച്ചാൽ, ഈ മകൻ ഇവരുടെ സ്വന്തം തന്നെയാണ്, ഇഷ്ടമൊക്കെയാണ്. പക്ഷേ മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചുകൊണ്ട് വരുന്നതോടുകൂടി ഈ അച്ഛനും അമ്മയ്ക്കും എന്തോ ഈ മകനോടൊരു അകൽച്ച തോന്നും. കാരണം എന്താ, അവർക്ക് സ്നേഹിക്കാൻ
പറ്റിയ ഒരാളല്ല വരുന്നത്. എനിക്ക് എൻ്റെ മകളുണ്ട്, ആ സ്ഥാനത്തേക്ക് മറ്റൊരു പെണ്ണിനെയും കാണില്ല. ഇങ്ങനെയൊക്കെ ചിന്താഗതി ചില അച്ഛനും അമ്മയ്ക്കും ഉണ്ട്. അപ്പോൾ അവരുടെ വിചാരം എന്താണെന്നറിയാമോ? ഞങ്ങൾക്കൊരാവശ്യം വന്നാൽ എൻ്റെ മകളും മരുമകനും മാത്രമേ ഞങ്ങൾക്ക് കാണത്തുള്ളൂ, അതുകൊണ്ട് അവരെ ചുറ്റിപ്പറ്റി നിന്നാലേ ഞങ്ങൾക്ക് പ്രയോജനമുള്ളൂ. ഇങ്ങനെയുള്ള ചിന്താഗതികളായിരിക്കും. അതുകൊണ്ട് എന്ത് കിട്ടിയാലും എങ്ങനെയൊക്കെ ഏത് വഴിക്ക് എന്ത് വന്നു കഴിഞ്ഞാലും മകൾക്കും വീട്ടിലുള്ളവർക്കും കൊടുക്കാമെന്ന് വിചാരിക്കും. മകൾക്കും വീട്ടിലുള്ളവർ മകൾക്ക്, മകളുടെ ഭർത്താവിനും പിള്ളേർക്കും. ഈ ചിന്താഗതിയുള്ള ഒരുപാട് അച്ഛനമ്മമാരുണ്ട്. എന്നിട്ട് എല്ലാം ഇങ്ങനെ കൊടുക്കും. അപ്പോൾ ഇതൊക്കെ ഈ വീട്ടിലുള്ള മറ്റൊരാൾ മനസ്സിലാക്കുന്നുണ്ട്. ആര്? മകൻ്റെ ഭാര്യ. അപ്പോൾ ഇതൊക്കെ മകൻ്റെ ഭാര്യ ഇത് കാണുന്നുണ്ട്. ഇപ്പോൾ കൊണ്ടുപോകുന്നതും എടുക്കുന്നതും ഈ പറയുന്നതും കേൾക്കുന്നതെല്ലാം ഇതൊക്കെ മകനോടും പറയും അവർ. പക്ഷേ മകൻ എന്ത് ചെയ്യും? ഒക്കെ പോട്ടെ എന്നായിരിക്കും, എന്തെങ്കിലും കാണിക്കട്ടെ എന്നായിരിക്കും, നമുക്കൊരവസരം വരും എന്നുള്ള രീതിയിലായിരിക്കും അവൻ്റെ മനസ്സിൽ. അവരങ്ങനെയാണ്. അവർക്ക് പണ്ട് മകളോട് ഇത്തിരി സ്നേഹം കൂടുതൽ, അതുകൊണ്ട് അങ്ങനെ പോട്ടെ എന്ന് വിചാരിക്കും. അങ്ങനെ കൊടുത്ത് ലാസ്റ്റ് അച്ഛനും അമ്മയ്ക്കും വയ്യാത്ത ഒരവസ്ഥ വരും. അപ്പോൾ മകളേന്നും പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ മകൾ തിരിഞ്ഞു നോക്കണമെന്നുണ്ടോ? നോക്കത്തില്ല. കാരണം എന്താണ്? കാരണം വേറൊന്നുമില്ല. ചിലപ്പോൾ അവർക്കും നോക്കണം എന്ന് ആഗ്രഹം കാണും. പക്ഷെ ആഗ്രഹം മാത്രമായിരിക്കും. കാരണം മകൾ താമസിക്കുന്നത് മറ്റൊരു വീട്ടിലാണ്. അവിടെ ഭർത്താവിൻ്റെ അച്ഛനും അമ്മയുണ്ട്. അപ്പം ആ വീട്ടിൽ അവരുള്ളപ്പം അവിടോട്ട് കൊണ്ടുപോയി വയ്യാത്ത അച്ഛനെയും അമ്മയും എല്ലാം കൊണ്ടുവരാൻ പറ്റുമോ? മകൾക്ക് ജോലിയും കൂടി ഇല്ലെങ്കിൽ ഒട്ടും പറ്റത്തില്ല, അല്ലേ? അങ്ങനെ ചെന്ന് നിൽക്കുന്നത് ശരിയാവുമോ? ഒരിക്കലും ശരിയാവില്ല, അല്ലേ? മകളുടെ ഉത്തരവാദിത്വം എന്താണ്? അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ വീട്ടിൽ അച്ഛനും അമ്മ അല്ലെങ്കിൽ അവർക്ക് വയ്യാതെ വരുമ്പോൾ അവരെ നോക്കുക എന്നുള്ളതാണ്, അല്ലേ? അതാണ് പ്രധാന ഉത്തരവാദിത്വം. എന്നിട്ടെന്താ, ഇപ്പം സ്വന്തം വീട്ടിലേക്ക് വന്ന് അച്ഛനെയും അമ്മയും നോക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ വരിക, അച്ഛൻ്റെ അമ്മയുടെയും കാര്യങ്ങൾ നോക്കുക, അല്ലേ? തിരിച്ചു പോവുക. അപ്പോൾ അവർക്ക് അതേ പറ്റുകയുള്ളൂ. ഇല്ല, നേരെ തിരിച്ച് വേറെ ആരുമില്ല, ഞാനും എൻ്റെ ഭർത്താവും മാത്രമേ ഉള്ളൂ, കുട്ടികളും ഉള്ളൂ, അച്ഛനും അമ്മയും കൊണ്ടുപോയാൽ അവിടെ ഭർത്താവിന് കുഴപ്പമൊന്നുമില്ല നോക്കാൻ എന്ന് കരുതിയാലും ചില ബുദ്ധിമതികളായിട്ടുള്ള മക്കൾ എന്ത് കൊടുക്കുമെന്നറിയാം? പെൺമക്കൾ അത് വേണ്ടെന്ന് വെക്കും. കാരണം അവർക്കും അറിയാം ഇവരുടെ സ്വഭാവം എന്താണെന്നും ഇവരെ എൻ്റെ വീട്ടിലോട്ട് കൊണ്ടുവന്നാൽ അവിടെ പല പ്രശ്നങ്ങളും ഉണ്ടാകുമെന്നും അത് എൻ്റെ സ്വൈര്യമായ ജീവിതത്തിന് തടസ്സമാകും, പിന്നെ ഇവരെ നോക്കിക്കൊണ്ട് ജീവിതാവസാനം വരെ ഇരിക്കേണ്ടി വരും. ഇങ്ങനെയൊക്കെയുള്ള ചിന്താഗതിയുള്ള പെൺമക്കളുണ്ട്. അവർ എന്തു ചെയ്യും? അവർ സ്റ്റോപ്പ് ചെയ്യും പിന്നീടുള്ള ഓരോ കാര്യങ്ങൾ. അപ്പം അതൊക്കെ എന്തു ചെയ്യും? വേണ്ടാന്ന് വെച്ച മരുമകളെ തേടി അച്ഛനും അമ്മയും പോകേണ്ടി വരും. അപ്പോൾ മകൻ പറയും, ഇപ്പം എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കും. അവിടെയാണ് അയാളുടെ വിജയം, അല്ലേ? നമുക്കൊരു എന്തൊരു സംഭവം ഉണ്ടെങ്കിലും നമ്മളെ ഒരുപാട് വേദനിപ്പിച്ചിട്ട് ആര് നമ്മുടെ അടുത്തുനിന്ന് അകന്നു പോയാലും ഒരു സമയമാകുമ്പോൾ അവർ നമ്മളെ തേടി വരും. അപ്പം നമുക്ക് ഒറ്റ ഒരു കാര്യം അവരുടെ മുഖത്ത് നോക്കി ചോദിക്കുക, ഇപ്പം എന്ത് പറ്റി? എങ്ങനെ ഇരിക്കുന്നു? ഇപ്പം എങ്ങനെ ഇരിക്കുന്നു? ഇപ്പം എന്ത് പറ്റി എന്നൊക്കെ നമുക്ക് ധൈര്യമായിട്ട് ചോദിക്കാം. അപ്പം അങ്ങനെയൊക്കെയുള്ള ഈ ഞാൻ ഈ പറഞ്ഞ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെയൊക്കെ മനസ്സിൽ ചില സമയത്ത് വിഷമം തോന്നിയിട്ടുണ്ട്. ചില മരുമക്കൾ ഈ ഭർത്താവിൻ്റെ അച്ഛനെയും അമ്മയൊക്കെ നല്ലപോലെ നോക്കും. എന്തെങ്കിലുമൊക്കെ അസുഖം വന്നിട്ട് നന്നായി നോക്കിയിട്ട് അവരുടെ അസുഖമൊക്കെ ഭേദമായി സ്വന്തം കാര്യങ്ങളെല്ലാം നോക്കി നല്ല ഉഷാറായി കഴിയുമ്പോൾ എന്ത് ചെയ്യുമെന്നറിയോ? മരുമകളെ തള്ളിക്കളയും. പിന്നെ മകളുടെ പുറകെ പോകും, മകളേന്ന് പറഞ്ഞുകൊണ്ട്. കാരണം ആ ഒരു വ്യത്യാസം അവർക്ക് എപ്പോഴും ഉണ്ട്. ഇത് വല്ലവൻ്റെ കൊച്ചാണ്, മറ്റേതാണ് എൻ്റെ കൊച്ച്. ആ കൊച്ച് ചിലപ്പം നോക്കുക പോലും ചെയ്ത് കാണത്തില്ല വയ്യാതെ. പക്ഷേ ചില പെൺമക്കളുണ്ട്, അസുഖം വന്ന് വയ്യാതെ കിടക്കുമ്പോൾ മറ്റൊരാളുടെ സഹായം വേണ്ട സമയത്തൊന്നും എത്തി നോക്കത്തില്ല. പക്ഷെ പതുക്കെ രോഗമെല്ലാം കുറഞ്ഞു തുടങ്ങുമെന്ന് അറിയുമ്പോൾ ചില അകന്ന് നിൽക്കുന്ന പെൺമക്കളൊക്കെ പതുക്കെ അടുത്ത് വരും. അടുത്ത് വന്നിട്ട് ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെ ആവും. കാരണം അവർ സ്വന്തം കാര്യങ്ങൾ സ്വയം ചെയ്യാൻ തുടങ്ങി, വലിയ ബുദ്ധിമുട്ടില്ല, അസുഖമൊക്കെ ഭേദമാവുന്നു. അപ്പം പതുക്കെ അടുക്കാൻ തുടങ്ങും. അപ്പം അച്ഛനും അമ്മയ്ക്കും ഭയങ്കര സന്തോഷം കൊണ്ട് എൻ്റെ മക്കൾ വന്നെല്ലാം നോക്കുന്നു. പക്ഷേ അവരുടെ മനസ്സിൽ എന്തോന്ന് ഈ അച്ഛനും അമ്മയ്ക്ക് അറിയാമോ? ഇല്ല. അപ്പോൾ വീണ്ടും ചിലപ്പോൾ എന്ത് ചെയ്യും? ഈ നല്ലപോലെ നോക്കിയ മരുമകളെ തള്ളിക്കളയും. അങ്ങനെയുണ്ട്. ഇതൊക്കെ കുടുംബജീവിതത്തിൻ്റെ ഭാഗങ്ങളാണ്.
അപ്പോൾ എനിക്ക് ഇതെല്ലാം അറിയാവുന്നവരാണ് നമ്മളെല്ലാവരും. ഈ കേട്ടോണ്ടിരിക്കുന്നവർക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാം. നിങ്ങൾ എവിടെയെങ്കിലും കണ്ടോ കേട്ടോ എങ്കിലും പരിചയം കാണും ഇതിൽ പല കാര്യങ്ങളും. പക്ഷേ നമ്മൾ എത്ര കേട്ടാലും എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്വാഭാവികമായിട്ടും നമ്മുടെ കുടുംബജീവിതത്തിൽ ഇതുണ്ടായിരിക്കും. ഇത് കാരണം വിഷമിക്കുന്ന ഒരുപാട് ആളുകൾ കാണും, ഇങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങൾ കാരണം ഇതൊക്കെ നമ്മളെ മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നതാണ് അല്ലേ. ഒരു അസുഖം, അതിൻ്റെ ചിലവുകൾ, അതിന് വേണ്ടിയിട്ട് നമ്മുടെ സമയം ചിലവാക്കും, നമ്മൾ ശരിക്കും അധ്വാനിക്കേണ്ട ഒരു കാര്യം കൂടി വരും അല്ലേ. അപ്പം ഇതെല്ലാം ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് വിഷമിക്കുമ്പോൾ ഓർക്കുക, എനിക്കൊരു ഭാര്യയുണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു ഭർത്താവുണ്ട്. ഞങ്ങൾ രണ്ടുപേരുമാണ് സന്തോഷത്തോടു കൂടി ഇരിക്കേണ്ടത്. മൂന്നാമതൊരാൾ അത് ആരായാലും അവരെ നിർത്തേണ്ടടുത്ത് നിർത്തണം. എനിക്കൊരാവശ്യം വന്നാൽ കൂടെ നിൽക്കേണ്ട എൻ്റെ ഭാര്യയെ ഞാൻ തള്ളിപ്പറയാൻ പാടില്ല. എൻ്റെ കൂടെ നിൽക്കേണ്ട എൻ്റെ ഭർത്താവിനെ തള്ളിപ്പറയാൻ പാടില്ല. കാരണം മൂന്നാമതൊരാൾ എപ്പോൾ വരെ നമ്മുടെ കൂടെ ഉണ്ടാകും എന്നൊന്നും നമുക്കൊരിക്കലും പറയാനും പാടില്ല. അതായത് ആരെയും കൂടുതൽ സ്നേഹിക്കുകയോ വിശ്വസിക്കുകയോ ചെയ്യണ്ട. അങ്ങനെയൊക്കെ സ്നേഹവും വിശ്വാസവും കൊണ്ടുപോയി കഴിഞ്ഞാൽ വേദനിപ്പിക്കുക തന്നെ ചെയ്യും അവരോരോരുത്തരും. പിന്നെ നമുക്ക് അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിച്ച് അവരങ്ങനെ പറഞ്ഞില്ലേ അവരിങ്ങനെ പറഞ്ഞില്ലേ എന്നൊക്കെ ചിന്തിക്കും. നമുക്ക് ചെയ്യാനുള്ളത്, ആരായാലും വയ്യാതെ കിടക്കുന്ന സമയത്ത് ഒരു ഗ്ലാസ് വെള്ളം നമുക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക. ഒന്നും തിരിച്ചു പ്രതീക്ഷിക്കല്ല്. നാളെ അവർ നമ്മളെ തള്ളിപ്പറയും എന്ന പൂർണ്ണ ബോധ്യത്തോടു കൂടി വേണം നമ്മളത് ചെയ്യാൻ. അവർക്ക് വേണ്ടി എന്ത് കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാം. പക്ഷേ അവർ തള്ളിപ്പറയും എന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് വേണം ചെയ്യാൻ. കാരണം നാളെ അവർ തള്ളിപ്പറയുമ്പോൾ നമ്മൾ മനസ്സ് വേദനിക്കാൻ പാടില്ലല്ലോ. ശരിയല്ലേ? ഇതൊന്നുമല്ലാതെ സ്നേഹത്തോട് കഴിയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അതൊക്കെ റെയറാണ്. 1 2 അത്രയേ ഉള്ളൂ. ബാക്കി എല്ലായിടത്തും ഇങ്ങനെയൊക്കെയുള്ള ഓരോ മനുഷ്യർ ജീവിച്ചിട്ട് ഇരിപ്പുണ്ട് ഇപ്പോഴും. ശരിയല്ലേ?